മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും ആരോപിച്ച് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ 2 മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ തള്ളി. 2 കന്യാസ്ത്രീകളും ദുർഗിലെ സെൻട്രൽ ജയിലിൽ തുടരും. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ജോലിക്കായി 3 പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന 2 മലയാളി കന്യാസ്ത്രീകളെ ദുർഗിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. ഇതിനിടെ ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകളെ പ്രതിപക്ഷ എംപിമാർ സന്ദർശിച്ചു. ബജ്രംഗദൾ പ്രവർത്തകർ വളരെ മോശമായ രീതിയിലാണ് തങ്ങളെ നേരിട്ടതെന്ന് കന്യാസ്ത്രീകൾ പറഞ്ഞതായി എംപിമാർ സന്ദർശനത്തിന് ശേഷം പറഞ്ഞു. ഇടുക്കിയിൽ കാട്ടാന ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളി കൊല്ലപ്പെട്ടു. കാഞ്ഞിരപ്പള്ളി തമ്പലക്കാട് സ്വദേശി പുരുഷോത്തമനാണ് മരിച്ചത്. രാവിലെ 10:30യോടെയാണ് സംഭവം. പെരുവന്താനം പഞ്ചായത്തിൽപ്പെട്ട മതമ്പ എന്ന സ്ഥലത്താണ് ആക്രമണം ഉണ്ടായത്. റബ്ബർ തോട്ടം പാട്ടത്തിനടുത്ത് ടാപ്പിംഗ് നടത്തുന്ന ആളാണ് പുരുഷോത്തമൻ. മകനും ഒപ്പം ഉണ്ടായിരുന്നു. 2 പേരും കൂടി ടാപ്പിംഗ് നടത്തുന്നതിനിടെ കാട്ടാനക്കൂട്ടം ഇവരെ ആക്രമിക്കുകയായിരുന്നു. ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം സ്വദേശിനി വിപഞ്ചികയുടെയും കുഞ്ഞിന്റെയും മരണം സംസ്ഥാന ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. നിലവിൽ ശാസ്താംകോട്ട ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. അന്വേഷണ സംഘത്തെ ഉടൻ തന്നെ തീരുമാനിക്കും. വിപഞ്ചികയുടെ ഭർത്താവ് നിതീഷ്, നിതീഷിന്റെ അച്ഛൻ, സഹോദരി എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ആത്മഹത്യാ പ്രേരണ, സ്ത്രീധന പീഡനം തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വർധന ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ സംസ്ഥാന സർക്കാർ അംഗീകരിക്കാത്തതിനെ തുടർന്ന് സ്വകാര്യ ബസ് ഉടമകൾ സമരത്തിലേക്ക്. സമരം ആരംഭിക്കുന്ന തീയതി 2 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. ഇതുമായി ബന്ധപ്പെട്ട് ബസ് ഉടമകൾ നേരത്തെ സൂചനാ പണിമുടക്ക് നടത്തിയിരുന്നു. ബസ് ഉടമകളുടെ ആവശ്യങ്ങൾ അടിസ്ഥാനമാക്കി ഇനി സർക്കാർ തലത്തിൽ ചർച്ചയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നില്ല എന്നാണ് സൂചന. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതിക്ക് പരോൾ അനുവദിക്കണമെന്ന ആവശ്യം തള്ളി ഹൈക്കോടതി. കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന 6ാം പ്രതിയായ സജിത്തിനാണ് കോടതി പരോൾ നിഷേധിച്ചത്. കുഞ്ഞിന്റെ ചോറൂണിൽ പങ്കെടുക്കുന്നതിനായി സജിത്തിന് 10 ദിവസത്തെ പരോൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഭാര്യ CS അഞ്ജുവാണ് കോടതിയെ സമീപിച്ചത്. ചോറൂണിന്റെ സമയത്ത് കുഞ്ഞിന്റെ പിതാവ് അടുത്തുണ്ടാകണമെന്ന് കാണിച്ചായിരുന്നു അഞ്ജു പരോൾ ആവശ്യപ്പെട്ടത്. താരസംഘടനയായ അമ്മ തെരഞ്ഞെടുപ്പിന്റെ മത്സരത്തിൽ നിന്ന് നടൻ ജഗദീഷ് പിന്മാറിയേക്കുമെന്ന് സൂചന. മോഹൻലാലും മമ്മൂട്ടിയുമായും ജഗദീഷ് സംസാരിച്ചു. അമ്മയുടെ തലപ്പത്ത് വനിത വരട്ടെ എന്ന നിലപാടിലാണ് ജഗദീഷ്. ഈ സാഹചര്യത്തിലാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്ന് പിന്മാറാൻ ജഗദീഷ് ആലോചിക്കുന്നത്. മോഹൻലാലും മമ്മൂട്ടിയും സംബന്ധിച്ചാൽ ജഗദീഷ് പത്രിക പിൻവലിക്കും. മതമേതെന്ന് ചോദിച്ച ശേഷം കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ച് സാധാരണക്കാരായ മനുഷ്യരെ കൊലപ്പെടുത്തുകയായിരുന്നു പഹൽഗാമിൽ സംഭവിച്ചതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ക്രൂരമായ ആ നടപടിയെ താൻ അപലപിക്കുന്നതായും കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തോട് അനുതാപം പ്രകടിപ്പിക്കുന്നെന്നും ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിൽ ലോക്സഭയിൽ നടന്ന ചർച്ചയിൽ അമിത്ഷാ പറഞ്ഞു. അതേസമയം പഹൽഗാമിലെ വീഴ്ച എങ്ങനെയാണെന്നതിൽ സർക്കാർ മൗനം പാലിക്കുകയാണെന്ന് പ്രിയങ്ക ഗാന്ധി MP പറഞ്ഞു. ചൈനയുടെ തലസ്ഥാനമായ ബെയ്ജിംഗിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ പ്രളയത്തിൽ 30 മരണം കൂടി സ്ഥിരീകരിച്ചു. ഇതോടുകൂടി ബെയ്ജിംഗിന്റെ സമീപപ്രദേശങ്ങളടക്കം മഴക്കെടുതിയിലുണ്ടായ മരണം 34ആയി. 28 പേർ മിയൂൺ ജില്ലയിലും 2 പേർ യാങ്കിങ് ജില്ലയിലുമാണ് മരിച്ചത്. സമീപ പ്രദേശമായ ഹൈബേ പ്രവിശ്യയിലെ ലുയാൻപിങ് കൌണ്ടിയിലെ ഗ്രാമപ്രദേശത്ത് തിങ്കളാഴ്ച ഉണ്ടായ മണ്ണിടിച്ചിലിൽ 4 പേർ കൂടി മരിച്ചതോടെയാണ് മരണസംഖ്യ 34ആയി ഉയർന്നത്.